ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്ന പാർട്ടികളെ, ബോഡി ഷേമിംഗ് ചെയ്യുന്ന പാർട്ടികളെ. നമസ്കാരം. നിവിൻ പോളി 2012 മുതൽ കമിതാക്കളുടെ ഒരു റോൾ മോഡലായിരുന്നു നിവിൻ പോളി. അതായത് യുവജനത്തിന്റെ ഒരു ആരാധന പുരുഷനായിരുന്നു നിവിൻ പോളി. അവരുടെ ഹീറോ ആയിരുന്നു നിവിൻ പോളി. ആ നിവിൻ പോളിക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അതായത് ആദ്യത്തെ നിവിൻ പോളിയുടെ ചിത്രം 2009 ഇറങ്ങിയ 9-ആണെന്ന് തോന്നുന്നു, മലവാടി ആർട്സ് ക്ലബ്സ് എന്ന് പറയുന്ന വിനീത് ശ്രീനിവാസന്റെ പടത്തിൽ. അതിലൂടെ ശ്രദ്ധ നേടുന്ന നിവിൻ പോളി 3 കൊല്ലം കഴിഞ്ഞ് തട്ടത്തിൽ മറയത്തിൽ എന്ന് പറയുന്ന ഒരു പടത്തിൽ അഭിനയിച്ചതോടുകൂടി, അത് റിലീസ് ആയതോടുകൂടി തട്ടം എന്ന് പറയുന്ന സാധനം തന്നെ ഒരു മറ്റൊരു വികാരമായി മാറുകയും തട്ടമിട്ട് കൊണ്ടുവരുന്ന പെൺകുട്ടികൾക്ക് മറ്റൊരു സൗന്ദര്യം ഈ പറയുന്ന യുവജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കാനൊക്കെ കഴിയുന്ന ഭയങ്കര കോളിളക്കം സൃഷ്ടിച്ച ഒരു പടമായിരുന്നു ഏത് തട്ടത്തിൽ മറയത്ത്. അവൾ ഇങ്ങനെ അതുവഴി നടന്നു വരുമ്പോ എന്റെ അങ്ങനെ തട്ടുവിട്ട് കഴിഞ്ഞ എന്റെ സാറേ, പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. തട്ടത്തിനകത്ത് അങ്ങനെയൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ആ സാധനമെല്ലാം എന്താണ് വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച പടങ്ങളായിരുന്നു നിവിൻ പോളിയുടെ. അതിനുശേഷം ഹിറ്റുകൾ ചെയ്തുകൊണ്ടിരുന്ന നിവിൻ പോളി, അതായത് തട്ടത്തിൽ മറയത്തിന് ശേഷം ഡാ തടിയ എന്ന് പറയുന്ന സിനിമയിൽ വില്ലനായിട്ട് അഭിനയിക്കുന്നു. മനസ്സിലാക്കുക, 2-3 ഹിറ്റുകൾ ചെയ്തതിനു ശേഷം ഉടനെ എന്ത് ചെയ്തു, ഡാ തടിയയിൽ വില്ലനായിട്ടുള്ള റോൾ അഭിനയിക്കാൻ അവൻ ആ ഒരു ചങ്കൂറ്റം കാണിക്കുന്നു. അതിനുശേഷം നേരം, ഓശാന, ബാംഗ്ലൂർ ഡേയ്സ്, വിക്രമാദിത്യൻ, അതില് പിന്നീട് ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ അഭിനയിച്ചു വരുമ്പോൾ 2015 മറ്റൊരു നിവിൻ പോളിയുടെ പടം പുറത്തിറങ്ങുന്നു, പ്രേമം. സെൻസേഷണൽ ഹിറ്റ് എന്ന് പറയല്ലേ, അത്രയ്ക്ക് ഒരു വലിയ രീതിയിലുള്ള ആദ്യത്തെ 100 കോടി വരെ കടക്കുമെന്ന് നമ്മൾ തോന്നിച്ച മലയാളം സിനിമയായിരുന്നു പ്രേമം. ആ പ്രേമത്തിന്റെ പാട്ടായിക്കോട്ടെ, അതിന്റെ ആ കറുത്ത ഡ്രസ്സായിക്കോട്ടെ, നിവിൻ പോളിയുടെ ആ ഒരു മാനറിസം ആയിക്കോട്ടെ, നിവിൻ പോളി നടക്കുന്നതെല്ലാം കോളേജൊക്കെ ഭയങ്കര ഒരു തരംഗമായിരുന്നു. ആ സമയത്തൊക്കെ കോളേജ് കുട്ടികളൊക്കെ ഈ കറുത്ത മുണ്ടും കറുത്ത ഡ്രസ്സും ഇട്ടുകൊണ്ട് കോളേജിൽ പോകുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ടെന്ന്. അമ്മാതിരി അത്ര രീതിയിൽ ഹിറ്റായ ഒരു സിനിമയായിരുന്നു പ്രേമം. മനസ്സിലായോ? അതിനുശേഷം ഒരുപാട് പടങ്ങളിൽ അഭിനയിക്കുന്നു. ആക്ഷൻ ഹീറോ ബിജു, കായംകുളം കൊച്ചുണ്ണി, ഇങ്ങനെയുള്ള കുറെ പടങ്ങളിൽ നിവിൻ പോളി അഭിനയിക്കുന്നു. പക്ഷെ ഇപ്പോ കുറച്ചു കാലത്തിന് ശേഷം നിവിൻ പോളി എന്ത് ചെയ്യുന്നു, പഴയ ആ ലുക്കിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഡാ തടിയ എന്ന് പറഞ്ഞ പോലെ ഒരു തടിയനായി മാറി നിവിൻ പോളിയുടെ ആരാധകർക്ക് ഒട്ടും ദഹിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു ബോഡി ലാംഗ്വേജിലേക്ക് ഈ പറയുന്ന നിവിൻ പോളി വരുന്നു. അതായത് ഈ പറയുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന പടത്തിലും നിവിൻ പോളി അതിനൊരു ഡയലോഗ് പറയുന്നുണ്ട്. അതും ഞാൻ ഇവിടെ കൊടുക്കാം. അവന്റെ മകനും ഇവന്റെ മകനും മറ്റവന്റെ മകനും കൂടിയല്ലേ ഇപ്പം മലയാള സിനിമ ഉണ്ടാക്കുന്നു. ഇവിടെ എന്റേതായ സ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന സ്ട്രെസ്സിനിടയിൽ ചിലപ്പോൾ ഞാൻ 3-4 ബിരിയാണി കൂടുതൽ കഴിക്കണം. അതിന്റെ പേരിൽ ഞാൻ തടി വെച്ച നെഗറ്റീവ് മാത്രം പറയുന്ന ചില സോഷ്യൽ മീഡിയ മെഗലോമേനിയാക്സ് എന്നെ ബോഡി ഷേമിംഗ്, ആ ബാധൂടം കളിയാക്കും. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്ന പാർട്ടികളെ, ബോഡി ഷേമിംഗ് ചെയ്യുന്ന പാർട്ടികളെ. എന്നെ എന്താടാ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ എന്ത് ചെയ്ത് ബോഡി ഷേമിംഗ് ചെയ്യുന്നോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിവിൻ പോളിയുടെ ആരാധകരെല്ലാം വളരെ മാനസികമായിട്ട് വിഷമിച്ചിരുന്ന ഒരു കാലഘട്ടവും കൂടിയായിരുന്നു. പക്ഷെ ഇപ്പോ റീസെന്റ് ആയിട്ട് 2-3 ദിവസം മുമ്പ് നിവിൻ പോളിയെ ഒരു ഫംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോൾ എടുത്ത ഒരു റീലാണ്. ഈ റീല് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഈ റീലിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് നിവിൻ പോളി തിരിച്ചു വരുന്നു, നിവിൻ പോളി ഈസ് ബാക്ക്. ഈ റീൽ കൃത്യമായിട്ട് അത് ആര് എഡിറ്റ് ചെയ്താലും ശരി തന്നെ അവന് ഹാറ്റ്സ് ഓഫ്. കാരണം എന്ന് വെച്ചാൽ ആ പ്രേമം 2015 പുറത്തിറങ്ങിയ ആ പ്രേമം എന്ന് പറയുന്ന ആ ക്യാരക്ടറിൽ നിവിൻ പോളി ചെയ്ത അതേ ലുക്ക് തന്നെയാണ് ആ ഒരു തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിവിൻ പോളി ഒന്ന് കണ്ണടച്ച് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ലുക്ക്. അപ്പൊ ആരാധകരെല്ലാരും പറയുന്നത് എന്താണ്, നിവിൻ പോളി തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. മനസ്സിലായി? നിവിൻ പോളി അതിനിടയ്ക്ക് ഒരുപാട് പടങ്ങൾ ചെയ്തുവെങ്കിൽ അവന്റെ ആ ഒരു ആക്ടിങ്ങിനെ ചെയ്യാനുള്ള കഴിവ്, ആ ഒരു ജന്മസിദ്ധമായ കഴിവ് അവനുണ്ട്. പക്ഷെ ഈ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാതെ അമിതമായിട്ട് ഞാൻ 2-3 ബിരിയാണിക്ക് കഴിക്കും, നീ നിനക്കെന്താന്നൊക്കെ ചോദിക്കും. അത് സത്യം പറഞ്ഞാൽ അവന്റെ പൊക്കിക്കൊണ്ടിരിക്കുന്ന അവന്റെ ഒരു സാഹചര്യവും അതൊക്കെ തന്നെയാണ് ആ പടത്തിൽ
അവൻ ഡയലോഗായിട്ട് പറയുന്നത് അല്ലെ. അവന്റെ കൂട്ടുകാർ ഉൾപ്പെടെ ഇപ്പം വിനീത് ശ്രീനിവാസനൊക്കെയാണ് അവന്റെ ഏറ്റവും വലിയ കൂട്ടുകാർ. അവരൊക്കെ ആഗ്രഹിച്ചു പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് വിനീത് ശ്രീനിവാസൻ വരെ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിച്ചു. അപ്പൊ വിനീത് ശ്രീനിവാസൻ ഇതിനെക്കുറിച്ച്, ഈ റീൽസിനെ കുറിച്ച് വിനീത് ശ്രീനിവാസൻ പറഞ്ഞ ഒരു സംഭവം കൂടി കേൾക്കാം. ഇപ്പോൾ റീസെന്റ് എനിക്ക് തോന്നുന്നു 2-3 days ബാക്ക് നിവിന്റെ ഒരു വീഡിയോ, ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഒരു വിങ്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് അത് പ്രേമത്തിലെ ജോർജിന്റെ ഇതായിട്ട് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാനത് എടുത്ത് ഷെയർ ചെയ്തു. ശംഭു അത് വേർഡ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇടയ്ക്ക് പടങ്ങൾ കുറഞ്ഞു, ആ സാധനമാണ് പല ആൾക്കാരും പറയാത്തത്. എന്തെങ്കിലും കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് പറയും പല ആൾക്കാരും. യു കുഡ് ഹാവ് ഈസിലി ഡൺ ദാറ്റ്. അത് നിങ്ങൾ ചെയ്തില്ല, നിങ്ങൾ അത് വേറെ രീതിയിൽ വേർഡ് ചെയ്തു. അത് റെസ്പെക്ട് ഫോർ യു. ഇപ്പോ ആളൊരു ഒരു ശ്രമത്തിലാണ്. ഒരു ബോഡി വൈസ് ഒക്കെ നമുക്ക് പഴയ പോലെ നിവിനെ കിട്ടും. വിനീത് ശ്രീനിവാസൻ എന്താ പറയുന്നത്, എനിക്കും ആ ഒരു സംഭവം കൊണ്ട് വളരെ വളരെ ഇഷ്ടപ്പെട്ടു, ഞാൻ ആ റീൽസ് എടുത്തും ചെയ്തു, ഷെയർ വരെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധനം. അപ്പൊ എന്തായാലും നിവിൻ പോളി എന്ന് പറയുന്ന ആക്ടർ ഈ പറയുന്ന യുവ മനസ്സുകൾക്ക് പിന്നീട് കമിതാക്കൾക്കെല്ലാം ഒരു റോൾ മോഡലായിരുന്നു. ആ റോൾ മോഡൽ ഒരുപാട് ഹിറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ഹിറ്റുകൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര ഹിറ്റുകൾ കൊണ്ടുവന്നു. കാരണം അതിനുശേഷം വന്ന പലവരും, നിവിൻ പോളിക്ക് ശേഷം വന്ന പലരും പല നല്ല ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ നിവിൻ പോളി മാത്രമേ അവന്റെ ഈ ശരീര പ്രകൃതി കൊണ്ട്, അമിതമായ വണ്ണം കൊണ്ട്, ഒരു തടിയൻ എന്ന് പറയുന്ന ഒരു ലുക്കിലേക്ക് മാറിയത് കൊണ്ട് പല റോളുകളും ഇവനെന്ത് ചെയ്യാൻ പറ്റാതെ വരികയും ബോഡി വഴങ്ങാതെ വരികയും അതുകൊണ്ട് തന്നെ പല പടങ്ങളും നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ മാറ്റിക്കൊണ്ട് നിവിൻ പോളി കൃത്യമായിട്ടുള്ള വർക്കൗട്ടുകൾ കൂടിയും ഈ പറയുന്ന കൃത്യമായിട്ടുള്ള ഡയറ്റിലൂടെയും നിവിൻ പോളി തന്റെ പഴയ ശരീരം, പഴയ ലുക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ആഹ്ലാദകരമായിട്ട് അല്ലെങ്കിൽ വളരെ ആവേശം പകരുന്ന ഒരു വാർത്ത തന്നെയാണ്. അതുപോലെ തന്നെ നിവിൻ പോളിയെ ഇഷ്ടപ്പെടുന്ന ആരാധകർക്ക് എന്നും ഇപ്പൊ വീണ്ടും നിവിൻ പോളിയുടെ ആരാധകരൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ഈ ഒരു റീൽസ് മില്യൺസ് ആണ് ഓടുന്നത്. ഈ റീൽസ് എല്ലാവരും പറയുന്നുണ്ട്, അതാ നിവിൻ പോളി തിരിച്ചു വന്നിട്ടുള്ളൂ, പഴയ നിവിൻ പോളിയെ നമുക്ക് തിരിച്ചു കിട്ടി എന്ന തരത്തിലുള്ള റീൽസ്. അവർക്ക് ആ റീൽസ് കണ്ട് നമുക്കറിയാം കൃത്യമായിട്ട് നിവിൻ പോളി തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ഈ പറയുന്ന നിവിൻ പോളിയുടെ പിന്നീട് പടങ്ങളെല്ലാം ഹിറ്റാവട്ടെ. ഇതുപോലെ ബോഡി, നമുക്ക് ഒരു ഭാഗ്യം കൂടി വേണം. നമുക്ക് ഈ സിനിമ എന്ന് പറയുന്ന ഒരു ഭാഗ്യവും നമ്മുടെ നമുക്കൊരു കമ്മിറ്റ്മെന്റ് വേണം അല്ലേ. നമ്മളതിന് കുറച്ച് നമ്മളും കൂടി കുറച്ച് ത്യജിക്കണം. നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കണം. അങ്ങനെയാണ് വൺ സ്റ്റാറുകൾ നിൽക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മൾക്ക് എന്ത് ചെയ്താലും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. ഞാൻ എത്ര തുന്നു പെരുത്താലും പിന്നീട് എനിക്ക് പഴയ ഒരു സ്റ്റാർഡം കിട്ടും എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അപ്പൊ നമ്മളും കുറെ സാക്രിഫൈസ് ചെയ്യാൻ, നമ്മൾ കുറെ ഡയറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഈ ഫിലിം ഫീൽഡിൽ ആ ഒരു ഗ്ലാമർ നിർത്താനും അതുപോലെ തന്നെ പ്രേക്ഷകരെ പിന്തുണ കൊണ്ടുവരാനും വേണമെങ്കിൽ നമ്മൾ ആ ബോഡി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വിട്ടു. കാരണം ഇപ്പോഴത്തെ തലമുറ അറിയാലോ, 6 പാക്ക് ആണ് എല്ലാവർക്കും ഇഷ്ടം. ആ സമയത്ത് കുടവണ്ടിയും ചാടി ഈ പറയും പോലെ തടിയനെ പോലെ വന്ന് നിന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പടങ്ങളിൽ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ അങ്ങോട്ടും പല റോളുകളും കിട്ടാതെ വരികയും താങ്കളുടെ 2ാം നില നടനായിട്ട് തടയപ്പെടുകയും ചെയ്യും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് തങ്ങളുടെ കൂട്ടുകാരുടെ, പ്രത്യേകിച്ച് അവരുടെ ചുറ്റുകൂട്ടത്തിൽ നിൽക്കുന്ന ഈ പറയുന്ന വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ കൂട്ടുകാരുടെ ആഗ്രഹവും ഈ പറയുന്ന അവരുടെ ആരാധകരുടെ ആഗ്രഹവും ഒക്കെ ആയിരുന്നു പഴയ നിവിൻ പോളിയെ, പ്രേമത്തിലെ നിവിൻ പോളിയെ നമുക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള ആഗ്രഹം. ആ ആഗ്രഹം സഫലമായിരിക്കുന്നു. നിവിൻ പോളി തിരിച്ചു വന്നിരിക്കുന്നു. നിവിൻ പോളി ഇനി അങ്ങോട്ട് ഹിറ്റുകൾ തരാൻ സാധിക്കട്ടെ. ആ ഭാഗ്യം നിവിൻ പോളിക്ക് ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.